തമിഴ്നാട് ശിവഗംഗയിൽ കസ്റ്റഡിയിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അവിടെ കസ്റ്റഡിയിൽ മരിച്ച അജിത് കുമാറിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇരുമ്പ് വടികൊണ്ടൊക്കെ ഈ അജിത് കുമാറിനെ മർദ്ദിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അതേസമയം കേസിൽ പോലീസിനെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി ഇന്ന് വിമർശിക്കുകയും ചെയ്തു. തിരുഭുവനം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, ഈ മർദ്ദനത്തിൻ്റെ അതിക്രൂരമായി ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവും അവിടെ ഉയർന്നു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ റഹീസ്? വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വൈകിട്ട് 3 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഇതിനിടയിൽ പല ഒഴിവുകഴിവുകളും ന്യായങ്ങളും ഒക്കെ പറഞ്ഞാണ് സർക്കാർ കോടതിയിൽ പിടിച്ചു നിന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ഇതൊരു ക്രൂരമർദ്ദനവും അതിനെ തുടർന്നുണ്ടായ മരണവുമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ഒപ്പം അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടികളുമായി തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് ഈ ഒരു പഴിക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതൊരു ന്യായീകരണമാണ്. ഈ ഒരു മർദ്ദനം അറിഞ്ഞതോടുകൂടി, ഈ ഒരു മർദ്ദിച്ചിട്ടാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഇത്തരത്തിൽ മരണമുണ്ടായതെന്ന് അറിഞ്ഞതോടുകൂടി തങ്ങൾ ഇതിലൊരു അപ്പോൾ തന്നെ നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു വിശദീകരണമാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും വിമർശനം കടുക്കുകയാണ്. കോടതി ഇന്ന് അതിരൂക്ഷ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചത്. കാരണം ഈ ഒരു മോഷണം നടന്ന് അതിൽ പിറ്റേ ദിവസം തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള നീക്കം എന്തുകൊണ്ടുണ്ടായി എന്ന മറുപടി പറയണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിലൊരു വ്യക്തത വരുത്താൻ കോടതി ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഈ SP അടക്കമുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തുന്നത്, അച്ചടക്ക നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ്, അവരെ സസ്പെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്കകം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും ഒപ്പം തന്നെ അതിൽ വിശദമായിട്ടുള്ള ഒരു വാദം തുടരാനും ഒക്കെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വലിയ തിരിച്ചടിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉണ്ടായ ഈ കൊലപാതകങ്ങളുടെ, കസ്റ്റഡി മരണങ്ങളുടെ ഒക്കെയും കണക്കെടുക്കാനും ഒക്കെയുള്ള നീക്കം നടക്കുന്നുണ്ട്. BJPയും TVKയും ഒക്കെ വലിയ പ്രതിഷേധം വിഷയത്തിൽ ഉയർത്തുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് BJP കത്തയച്ചിട്ടുണ്ട്. ഒരു കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് TVK ആവശ്യപ്പെടുന്നത്. അങ്ങനെ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമായി ഈ ശിവഗംഗയിലെ കസ്റ്റഡി മരണം മാറിയിട്ടുണ്ട്. വിജയകുമാർ.